3, 2, 1. നാളെ ടൂർ പോകുന്നത്. നാളെ ടൂർ പോകുന്ന മിനി, രമണി, ചിഞ്ചു, മഞ്ജു ഒക്കെ വരുവാണാവോ? എടാ മണ്ട, നിനക്ക് മിഞ്ചുനെയും ചിഞ്ചുനെയും തഞ്ചുവിനെയും ഒക്കെ കാണാനാണെങ്കിൽ നിനക്ക് സ്കൂളിൽ തന്നെ ഇരുന്നാൽ പോരാ. അതിന് ടൂറിന് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല പിന്നെ അങ്ങനെ പറഞ്ഞോട് കളിയാ. ഏത് നേരമുണ്ട് ഈ ചക്കനെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ചിഞ്ചുനെയും മഞ്ജുനെയും 5 സ്റ്റാറിനെയൊക്കെ കൊണ്ടുവരും. അത് പിന്നെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ലൈനെങ്കിലും വേണ്ടടാളിയാ. നീ കാമുകിമാരനെ ആലോചിച്ചോണ്ടിരുന്നോ? ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പം വരും മിസ് വന്നാൽ ചോദിക്കും ആരൊക്കെ വരുന്നുണ്ട് ടൂറിനെന്ന്. അത് പിന്നെ നമ്മൾ മൂന്നാള് പോകുന്നില്ലേ, പിന്നെ ഇപ്പം എന്താ? ഇതാ ബെല്ലടിച്ചു കേട്ടോ, വാ നമുക്ക് പോവാം. എടാ ഇതാ നിന്റെ അനിയനെ അവിടെ നിൽക്കണ്ടല്ലോ. എന്താണ് ചെറുതേ നീ ഇവിടെ നിൽക്കുന്നേ? പിന്നെ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി നിൽക്കണം. ഇതാണ് എൻ്റെ ക്ലാസ്, ഇവിടെ ഞാൻ നിൽക്കുക. പോള ചക്ക, എന്നെക്കാട്ടില് 1 മിനിറ്റ് മുന്നേ നീ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നെന്ന് വെച്ചിട്ടേ എന്നോട് വലിയ ആളാവാൻ നിൽക്കല്ലേ ചക്ക. പെൺകുട്ടികളുടെ മുന്നിൽ മോന്ത പൊളിക്കും ഞാൻ. പോട ചക്ക, അവിടെ പോയി ഇരിക്കടാ ചെറുതേ. ഓ പിന്നെ എൻ്റെ സീറ്റിൽ ഇരിക്കാൻ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പോയി ഇരിക്കാൻ അറിയാം. നീ നിന്റെ സീറ്റിൽ പോയി ഇരിക്കി, അതാ ടീച്ചർ വരുന്നുണ്ട്. എടി ചിഞ്ചു, സുഖല്ലടി നിനക്ക്? എന്തൊരു പെണ്ണത്, ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിച്ചല്ലേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? ശരി ശരി, എല്ലാവരും ഒന്ന് ഇരിക്കേ. എന്തേ ടൂറ് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വല്ലാത്ത സന്തോഷം? എങ്കിൽ നമ്മൾ ടൂറ് പോവുകയാണ് കേട്ടോ നാളെ. എല്ലാവരും നേരത്തെ കാലത്തെ വരണം കേട്ടോ. മിസ് എത്ര മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക? നാളെ നമ്മൾ 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അപ്പം അതിന് മുന്നേ തന്നെ എല്ലാവരും വരണം കേട്ടോ. ഈ വർഷത്തിലെ അവസാനത്തെ ടൂറാണ്, അതുകൊണ്ട് ആരും മിസ്സാക്കരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അടിച്ച് തെമിർക്കണം കുട്ടികളെ. ഓ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല, അപ്പുറത്തെ ക്ലാസ്സിന് ബുദ്ധിമുട്ടാവും. ഇന്നെന്താ ടൂർ പോകുന്ന സന്തോഷത്തിൽ പഠിക്കൊന്നും വേണ്ടേ? അതോ ഈ പീരീഡ് പഠിക്കാതെ ടൂറിനെ കുറിച്ച് സംസാരിച്ചിരിക്കേ? എന്താ ചെയ്യണ്ടേ? എന്തായാലും ഇന്ന് പഠിപ്പിച്ച ഒരെണ്ണത്തിൻ്റെ തലയിലും കേറില്ല, അത് ഉറപ്പാണ്. ടൂറിൻ്റെ ചിന്തയിലല്ലേ ഇപ്പം എല്ലാവരും. അത് പിന്നെ എനിക്കറിയില്ലേ നിങ്ങളെ പറ്റി. അപ്പൊ പതുക്കെ സംസാരിക്കുക, ഒച്ച ഉണ്ടാക്കണ്ട. അപ്പുറത്തൊക്കെ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. താങ്ക് യു മിസ്. കുട്ടികളെ, അങ്ങനെ നമ്മൾ ടൂറ് പോവാൻ പോവുകയാണ്. വണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും പിടിച്ചിരുന്നോ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്ന് പോകുന്ന ടൂറ് എന്നും മരിക്കുന്നത് വരെയും നല്ല ഓർമ്മകൾ തരുന്ന ഒരു സന്തോഷ യാത്രയായി മാറട്ടെ കേട്ടോ. എല്ലാവർക്കും ശുഭദിനം. എങ്കിൽ മിസ് പോയി അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റ് നടത്തിക്കോളൂ കേട്ടോ. അതങ്ങനെയാടാളിയാ, അവർക്കൊക്കെ നമ്മളെ ഇങ്ങനെ വായും തുറന്നിട്ട് കണ്ണ് വീർപ്പിച്ചിട്ട് നോക്കാം. നമ്മളൊന്നും അറിയാതെ അവരെ നോക്കി പോയാ എൻ്റെ ദൈവമേ, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? വായി നോക്കി കൂയി നോക്കി എന്തൊക്കെ നമ്മൾ കേൾക്കണം. കണ്ടില്ലടാ, നമ്മളെ നോക്കിയത് അവള്, എന്നിട്ട് നമ്മൾ തന്നെയാണ് ചീത്തയും കേൾക്കുന്നത്. ഇതാണ് നമ്മൾ ആണുങ്ങളുടെ അവസ്ഥ. എടി നിനക്ക് മിണ്ടാതിരുന്നൂടെ? അവന്മാർ അങ്ങനെയാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ. നിന്നോട് ആരാ പറഞ്ഞേ വായും തുറന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ? എടാ അളിയാ, നിന്നേടാ ആ പെണ്ണിങ്ങനെ പുകഴ്ത്തുന്നത്. എങ്കിൽ ചെല്ല്, പോയി വാങ്ങിട്ട് വാ. അവള് തരുന്നത് നീ പോയി വാങ്ങിട്ട് വാ. എന്നെ വെറുതെ പ്രാന്താക്കല്ലേട്ടാ.
ഷഡ്ഡി മാതിരിയുള്ള ട്രൗസറും ബനിയനും നിനക്ക് കിട്ടിയല്ലോ? ഒന്ന് പോടി, നിനക്ക് വല്ലതും അറിയോ? ഇല്ലാത്തവന്റെ വിഷമം നിനക്ക് വല്ലതും അറിയോ? ഇത് തന്നെ ഉണങ്ങിയത് കൊണ്ടാണ് ഇട്ടിട്ട് വരാൻ പറ്റിയത്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന നാറുകളോട് ഞാൻ ചോദിച്ചതാണ്, ഡാ ടൂറ് പോകുമ്പോ എനിക്ക് നല്ലപോലെ ഡ്രസ് ഇല്ല ഇടാൻ, ഒന്ന് താന്ന്. ആ പ്രാന്തന്മാര് തന്നില്ല. അല്ലെങ്കിൽ അവറ്റകൾക്ക് എന്തിനറിയാം, വായി നോക്കി നടക്കാനറിയാം, അല്ലാതെ എന്തിനു കൊള്ളാ രണ്ടെണ്ണത്തിനെയും. ക്ലാസ്സിലാണെങ്കിൽ പഠിക്കൂല. അവന്മാര് കേക്കണ്ട, നിന്നെ പൊങ്കാലക്കിടും. ഹോ എന്റെ ദൈവമേ, ഇടാ അത് നീ പറഞ്ഞത് ശരിയാണ്, മിണ്ടാതിരിക്കാം. വീട്ടിലെ റൗഡി അച്ഛനാണെങ്കിലേ സ്കൂളിലത്തെ നമ്മുടെ ക്ലാസ് മുറിയത്തെ 2 റൗഡികളാണ്. അച്ഛനെ പിന്നെയും സഹിക്കാം, അച്ഛൻ സ്നേഹം തരും. അവന്മാരുടെ കയ്യിൽ പെട്ടാലേ നമ്മളെ ചതുവ് പെയ്യും. അത് നീ പറഞ്ഞത് നേരാ, മിണ്ടാതിരുന്നോ. എനിക്ക് ട്രൗസറെങ്കിലും ഉണ്ട് ഇടാനിപ്പോ. കുട്ടികളെ എത്താനായി കേട്ടോ, മിണ്ടാതിരുന്നോ എല്ലാവരും. ഹായ് എടി, എത്താനായിട്ടെടി, വാ വാ. എടി പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒപ്പം കൈപിടിച്ച് നടക്കാട്ടാ. നീ എന്റെ കൈ വിട്ടിട്ട് വേറെ അവരുടെ കൂടെ ഒന്നും പോവരുത് കേട്ടോ. ഇല്ല, നീ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവരൊക്കെ വിളിച്ച നീ അവരുടെ കൂടെ പോകും. ഇല്ലടി ഞാൻ പോവില്ല, നീ എന്റെ കൂടെ വാട്ടാ. ആ ശരി ശരി. കുട്ടികളെ, വരുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾ ആസ്വദിച്ചില്ലേ? ഒന്നും കാണാൻ മറക്കണ്ട. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക നാളെ സ്കൂളിൽ വന്നാൽ കേട്ടോ. ഈ വരുന്ന യാത്രയിൽ പിന്നൊന്നും കിട്ടില്ല, അതുകൊണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. എടാ, ഇന്ന് ഉച്ചയ്ക്ക് ആ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് സ്കൂളിന്റെ വക ചിക്കൻ ബിരിയാണിയാണത്രേ. ഓ പിന്നെ ആ നാറികൾ നുണ പറഞ്ഞിരിക്കൂടാ. ഇതാ മിസ്സല്ലേ നിൽക്കുന്ന, മിസ്സിനോട് ചോദിക്കാം. മിസ്സേ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ, ചിക്കൻ ബിരിയാണിയാണോ? ആ കുട്ടികളെ, ചിക്കൻ ബിരിയാണി തന്നെയാണ്. വയറ് നിറച്ച് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി ഈ ബസ്സിന്റെ ബാക്കിലുള്ള ഡിക്കിയിലുണ്ട്, പേടിക്കണ്ട കേട്ടോ. ഹായ് ഹായ്, വായിൽ വെള്ളം വരുന്നു മിസ്സേ. ഡാ ഇത്രയ്ക്ക് വെള്ളം വരുത്തണ്ട, ആ പെണ്ണുങ്ങൾ നോക്കണം, ആർത്തിപ്പണ്ടാരെന്ന് പറയും. പിന്നെ അവളമാരോട് പോയി പണി നോക്കാൻ പറയും. ഷോ എന്റെ ദൈവമേ, ഈ കുട്ടികളുടെ ഒരു കാര്യം. എടാ ചെറുക്ക, മതി മതി, ഒന്ന് നിർത്ത്. ഹോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എടാ ചെക്കന്മാരെ, എന്തീ കാട്ടുന്നത് നിങ്ങള്? മതി, ബിരിയാണിയൊക്കെ തരാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ തരാം, പോരെ? മിസ്സേ, അവർക്ക് ചട്ടി ഫുള്ള് കൊടുത്താലും മതിയാവില്ല, പെരുവയറാണ് അവന്റെ. നീ പോടി കാട്ടുപോത്തെ. മിസ്സേ, നോക്ക്, ഇവൻ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാണ്. അതൊന്നും സാരല്ല മോളെ, ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇപ്പൊ തോന്നുന്ന ദേഷ്യങ്ങളെല്ലാം പിന്നീട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ സന്തോഷം നിറഞ്ഞ കാലാണ് അത് എന്ന് നിങ്ങൾക്ക് തോന്നും. അതറിയോ? അത്രത്തോളം ചന്തമുള്ള കാലഘട്ടത്തിലൂടെ മക്കളെ നിങ്ങൾ കടന്നു പോകുന്നത്. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. എടി പെണ്ണേ, നിന്റെ കുപ്പിവെള്ളം എനിക്ക് കുറച്ച് താത്തി കുടിക്കാൻ. പിന്നെ വേറെ പണിയില്ല, ഒരു തുള്ളി പോലും നിനക്ക് തരില്ലടാ ഞാൻ കുടിക്കാൻ. ഓ എന്റെ ദൈവമേ, മക്കളെ കൊണ്ട് ഞാൻ തോറ്റു. എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ തർക്കം? ഈ തർക്കം ഞാൻ ആദ്യം ഒന്ന് തീർക്കട്ടെ. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആ പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. 3, 2, 1. ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായില്ലേ, നമ്മൾ ഇങ്ങോട്ട് ഹണിമൂണിന് പോകുന്നില്ലേ? പിന്നല്ലാതെ പോകുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊരു പ്ലാൻ കിട്ടുന്നില്ല. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പ്ലാൻ ഉണ്ടോ? അത് പിന്നെ ചേട്ടാ, എനിക്ക് ഈ ഫ്ലൈറ്റൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോകണം വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തേക്ക്. ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പ്ലാൻ ഉണ്ടോ? എന്തായാലും നീ വിചാരിച്ച പോലെ ഫ്ലൈറ്റിൽ പോവാനുള്ള പ്ലാനൊന്നുമില്ല, കാരണം എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള കാശൊന്നുമില്ല മോളെ. പക്ഷെ നീ വിഷമിക്കേണ്ട, നമ്മൾ ഹണിമൂണിനൊക്കെ പോകും, ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഹണിമൂണിന്. എങ്ങോട്ടാ പോകുന്നേ ചേട്ടൻ പറയ്.
എനിക്ക് മുഴുവനും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുന്നിടത്ത് താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമുക്ക് കാട് പോലുള്ള ഭാഗമൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ അങ്ങനെയുള്ള റിസോർട്ടുകളേ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ സുലഭമായിട്ട് ചിലവ് നമുക്ക് താമസിക്കാനും സാധിക്കും. ഒരു 2-3 ദിവസം നമുക്ക് താമസിച്ച് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം. ഓ എന്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. നമുക്കപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോവാം. ആടിമോളെ, നീ എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് പോവാം. അല്ലെങ്കിൽ ഹണിമൂണൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ വേഗം ഇതാക്കേണ്ടതാണ് ഹണിമൂൺ. ഹണിമൂണൊക്കെ പോകും. ഇല്ലെങ്കിൽ 2 കുട്ടികളായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഹണിമൂണിന് പോവുക. അതുകൊണ്ട് വേഗം പാക്ക് ചെയ്തോ, നമുക്ക് പോവാം നാളെ തന്നെ. എങ്ങനെയുണ്ടെടി ഞാൻ പറഞ്ഞ കാട്ടിനുള്ളിലെ വീട്? അടിപൊളിയല്ലേ? ഹോ വാവ് ചേട്ടായേ, എന്ത് രസമാണ്. മുഴുവൻ കാട് മരങ്ങൾ, അതിനകത്ത് എന്ത് നല്ല ഭംഗിയുള്ള വീടാണ്. ശരിക്കും പറഞ്ഞാൽ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു റിസോർട്ടാണ് ഇത്. ഇതിനകത്ത് തന്നെ 10-15 കുടുംബങ്ങൾ ഇപ്പൊ തന്നെ താമസിക്കുന്നുണ്ടാവും. എന്ത് വരുമാനമെന്നറിയോ? ഹോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ? അതെന്തിനാ? എൻ്റെ ട്രൗസർ കീറാനോ? ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പാൻ്റാണ്. നീ എന്നെ ട്രൗസർ ഇടിപ്പിക്കും തോന്നണു. എന്തായാലും വാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. എന്തായാലും ഇത്ര വലിയ ലോങ് യാത്ര കഴിഞ്ഞല്ലേ, നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് നല്ല പുഴയും നല്ല പൂക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ചു നേരം ഇരിക്കുക. അടിപൊളിയാണ് മോളെ. ആണോ ചേട്ടാ? എങ്കിൽ വാ, നമുക്ക് വേഗം പോയി കുറച്ചേരം കിടന്നുറങ്ങാം. നീ ഇതിനു മുന്നേ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലല്ലേ? ഇയാൾ എന്തൊരു മണ്ടനാ. അതിന് ഞാൻ ഈ ഒരാഴ്ച മുമ്പല്ലേ കല്യാണം കഴിച്ചേ, പിന്നെ എങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനാ? ശരി, വാ നടക്ക്, പോയി കിടന്നുറങ്ങാം. ആ നടക്ക്. ഹായ് ചേട്ടാ, ഇത് നമ്മുടെ റൂമാണോ? എന്ത് ചന്തോണ് കാണാന്. ആടി പെണ്ണേ, ഇത് നമ്മുടെ റൂം തന്നെയാണ്. ഇനി 2 ദിവസം നമ്മൾ ഈ റൂമിലാണ്. ചേട്ടാ, ഈ റൂമിനകത്ത് AC ഉണ്ടോ? ആ, AC-യും ഫാനും ഒക്കെ ഉണ്ട്. ഇതാ അവിടെ ഉണ്ട് AC. ഹോ എന്റെ ചേട്ടാ, ഞാൻ ഇന്ന് വരെ ഇതുമാതിരിയുള്ള ലക്ഷറി റൂമിൽ ഞാൻ താമസിച്ചിട്ടേ ഇല്ല. ഇത് ലക്ഷറി റൂമോ? ഇതിനെക്കാട്ടിലും ലക്ഷറി റൂമുകൾ ഇനിയും ഉണ്ട് ഈ റിസോർട്ടിൽ വേറെ. ഞാൻ ബഡ്ജറ്റ് നോക്കിയിട്ട് എടുത്തതാണ് ഇപ്പം ഇത്. അപ്പം ആ മുറികളൊക്കെ കണ്ടാ നീ എന്തു പറയും? ആണോ ചേട്ടാ? ഓ ഈ ബെഡൊക്കെ ഗുമ്മുന്നുണ്ടാവും. കിടന്നുറങ്ങുമ്പോ എന്ത് സുഖം ഉണ്ടാവും. നല്ല സോഫ്റ്റ് ഉണ്ടാവില്ലേ? ആ, 2 ദിവസം ഇവിടെ തന്നെ അല്ലേ, നീ ഗുമ്മെന്ന് ആസ്വദിച്ചോ, പോയിക്കോ. എന്റെ ചേട്ടാ, ഇരിക്കുമ്പോ തന്നെ എന്ത് സോഫ്റ്റാ ഇരുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് പോയി. ഹോ എങ്കി വേഗം നമുക്ക് കിടന്നുറങ്ങാം. ഹോ ഞാൻ കിടക്കട്ടെ ഒന്ന് ഈ ബെഡില്. ഹോ എൻ്റെ പെണ്ണെ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ ചേട്ടാ, എന്തൊരു രസമാണ് ഇതിൽ കിടക്കാനേ. ചേട്ടൻ്റെ അപ്പുറത്ത് വന്ന് കിടക്ക്. വേഗം ഉറങ്ങ്, നമുക്ക് പോണ്ടേ. ആ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിടത്തേക്ക് വേഗം കിടക്ക്. ആ ശരി, നീ കുറച്ചങ്ങോട്ട് നീങ്ങി കിടക്ക്, എനിക്കും കിടക്കണ്ടേ. ആ ശരി. എങ്ങനെയുണ്ട് പറയ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വാവ് ചേട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം. ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തായാലും എൻ്റെ പൊന്നു ചേട്ടൻ ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക് യു. ഒരുപാട് നന്ദി. ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും ഫോണിലൂടെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലം. ദേ ഇത് കണ്ടോ, ഇതാണ് ടെൻറ്റ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രാത്രി താമസിക്കുകയും ചെയ്യാം. ഇതിനൊക്കെ പാടുള്ള കാശാണ് അവർ മുൻകൂട്ടി വാങ്ങുന്നത്. നിനക്ക് താമസിക്കണോ? താമസിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ റൂം ആലോചിക്കുമ്പോൾ താമസിക്കാൻ തോന്നണില്ല. എനിക്ക് ആ റൂമിൽ തന്നെ താമസിച്ചാൽ മതി. എന്ത് രസമാണ്. ഹോ, ഇവളെയും കൊണ്ട് തോറ്റു. ചേട്ടാ, വെള്ളം മഞ്ഞുമല പോലുള്ള മലയില്ലേ, അങ്ങോട്ടേക്ക് പോവാം. ഈ കുളത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് അവിടെ കുറച്ചു നേരം ഇരിക്കാം. വാ. ആ ശരി, നീ നടക്ക്. ചേട്ടാ, എനിക്ക് ഈ ചെടിയിൽ നിന്നും കുറച്ച് പൂ പൊട്ടിച്ച് തരാമോ? അതിനെന്താ, 1 മിനിറ്റ്. ഇന്നാ മോളെ, വെച്ചോളൂ. പൂ കൊണ്ടുള്ള എൻ്റെ ഒരു ചെറിയ പ്രണയ സമ്മാനം. താങ്ക് യു ചേട്ടാ. എങ്കിൽ വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ദേ ചേട്ടാ, അത് നോക്കിയേ, എന്ത് ഭംഗിയുള്ള മലയാണ്. മോളെ, ഇവിടെയുള്ള സ്ഥലമെല്ലാം അതിസുന്ദരമായ സ്ഥലങ്ങൾ തന്നെയാണ്. കാരണം ഇതൊരു കാടാണ്, കാടിനിടയിലാണ്, കാടിനകത്താണ്. കുളവും എന്താ പറയുക, എല്ലാം ഒന്നിലൊന്ന് എല്ലാം മെച്ചമാണ്. മലകളായിക്കോട്ടെ, പുല്ലായിക്കോട്ടെ, പൂവായിക്കോട്ടെ, വീടായിക്കോട്ടെ.
എല്ലാം അതിമനോഹരം, അതിസുന്ദരം, എന്ത് ഭംഗിയുള്ള സ്ഥലം. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വേണം നമുക്കൊരു കുഞ്ഞു വീട് വെക്കാൻ. ചേട്ടാ ഇങ്ങോട്ട് വന്ന മനസ്സിന് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം പോകും. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഈ പ്രകൃതിക്ക്. ശരിക്കും പ്രകൃതി എന്ന് പറയുന്നത് അതിമനോഹരമായൊരു, എന്താ പറയുക, വാക്കുകളില്ലാത്തൊരു സംഭവമാണ് അല്ലേ ചേട്ടാ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള ഈ പ്രകൃതിയാണ് ചില മനുഷ്യർ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നതും അത് ആ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അവിടെ വീട് വെക്കുന്നതും ഒക്കെ. കണ്ടില്ല, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ നമുക്കിതുപോലുള്ളൊരു സ്ഥലത്ത് വീട് വെക്കണമെന്ന്. അങ്ങനെ വീട് വെക്കണമെങ്കിൽ ആ സ്ഥലത്തുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് തന്നെ വേണ്ടേ നമുക്കൊരു വീട് വയ്ക്കാൻ. എല്ലാ മനുഷ്യരും കണക്ക് തന്നെയാണ് മോളെ. എന്തായാലും നീ ഇവിടെ കുറച്ചേരം ഇരിക്കേ, നമുക്കിതൊക്കെ ആസ്വദിച്ചിട്ട് പോകാം. ഇനി ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവുള്ളൂ, പിന്നെ വീട്ടിലോട്ട് പോവുകയാണ്. വരൂ ചേട്ടാ, നിങ്ങളും ഇരിക്കും. ഞാൻ നിന്റെ മടിയിൽ കുറച്ച് കിടക്കട്ടെ? അതിനെന്താ ചേട്ടാ, കിടന്നോ. ചേട്ടന് ഇതുപോലെ മടിയിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആ, ഭാര്യയുടെ മടി കിടക്കുന്നത് ഒരു സുഖമല്ലേ? അപ്പൊ അമ്മയുടെ മടി കിടക്കുന്നതോ? അമ്മയുടെ മടി കിടക്കുന്നത് ഒരു സുഖം, അച്ഛൻ്റെ മടി കിടക്കുന്നത് ഒരു സുഖം, പെങ്ങന്മാരുടെ മടി കിടക്കുന്നത് ഒരു സുഖം, ഭാര്യയുടെ മടിയിൽ കിടക്കുന്നത് വേറൊരു സുഖം. ഓ അങ്ങനെ. എന്തായാലും കൂട്ടുകാരെ, ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് സമയം നിങ്ങൾ ആസ്വദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സമയം വൈകി, ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ പോവട്ടെ കേട്ടോ. ടാറ്റാ. 3, 2, 1. കുട്ടുമണി, കുട്ടൂസ, നമുക്ക് ഓണക്കോടി എടുക്കണ്ടേ? അമ്മയുടെ അടുത്ത് പറയാം ഓണക്കോടി എടുത്ത് തരാൻ. ആ ചേച്ചി വേഗം വാ, നമുക്ക് പോയി അമ്മയുടെ അടുത്ത് പറയാം. എന്തായാലും ഓണക്കോടി എടുക്കാൻ എന്നെയും കുട്ടുമണിനെയും കൊണ്ടുപോകും. കുട്ടൂസ, നിന്റെ കാര്യം സംശയമാണ് കേട്ടോ. അതെന്താ ചേച്ചിക്ക് എൻ്റെ കാര്യം മാത്രം ഒരു സംശയം? എടാ മണ്ട, അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? നിന്റെ കയ്യിലിരിപ്പ് ഗുണം അത് തന്നെ. നീ പോടി ഭ്രാന്തി. കണ്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? നിന്റെ കയ്യിലിരിപ്പും നിന്റെ വായും ശരിയല്ല കുട്ടൂസ. എവിടേക്കെങ്കിലും പോയാലേ നിന്റെ സ്വഭാവമേ ശരിയല്ല. അമ്മയുടെ കയ്യിൽ നിന്ന് വെറുതെ അല്ല നിനക്ക് ഇങ്ങനെ കിട്ടിങ്ങോണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലേ ഇവൻ. ചേച്ചി എന്നെ മാത്രം എന്തിനാ ചീത്ത പറയുന്നത്? ഇവളും ചെയ്യുന്നില്ലേ ഓരോ കാര്യങ്ങള്? ഇവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിനകത്താണ്. നിന്റെ കയ്യിലിരിപ്പോ വീടിന് പുറത്താണ്. ഫുള്ളും കയ്യിലിരിപ്പും വായ്ഗുണവും ഒക്കെ വീട്ടിന് പുറത്തേ കാട്ടുള്ളൂ. അമ്മയ്ക്ക് അച്ഛനും നിന്നെ കാരണം പുറത്തിറങ്ങാനേ ഇപ്പൊ പറ്റുന്നില്ല. പുറത്തിറങ്ങിയാലോ നിന്നെക്കുറിച്ചുള്ള പരാതികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തരുമേ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും. എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? നല്ല രീതിക്ക് നടന്നൂടെ? നീ വളർന്നു വരികയല്ലേ? നീ എന്ത് ചെറുതായി കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ തന്നെ ചേച്ചി, പറഞ്ഞു കൊടുക്ക്. എന്താ അങ്ങനെ തന്നെ എന്ന്? നിന്റെ കയ്യിലിരിപ്പം മോശമൊന്നല്ല. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി നീ അവന്റെ ചേച്ചിയല്ലേ, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? അവന്റെ ഒപ്പം നീയും നിൽക്കും, വക്കാണത്തിനും വികൃതിക്കും എല്ലാത്തിനും. ചേച്ചി അങ്ങനെ അവളോടും പറയും ചീത്ത, അപ്പോളെ എനിക്കൊരു സമാധാനം. എന്തായാലും വാ, അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഓണക്കോടി. ആ നടക്ക് ചേച്ചി, ചോദിക്കാം. അമ്മേ, ഞങ്ങൾക്ക് ഓണക്കോടി എടുത്ത് തരുന്നില്ലേ? ആ മക്കളെ, ഇന്ന് ഓണക്കോടി എടുക്കാൻ പോണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. വാവ്, അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും പാടെ പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുട്ടൂസനോടാണ്. നിന്റെ വികൃതിയോ ആവശ്യമില്ലാത്ത ഏടാ കൂടെ പണിയെല്ലാം ഡ്രസ്സ് എടുക്കാൻ പോയോടത്ത് കാണിച്ച വീട്ടിൽ വന്ന ചട്ടകം പഴിപ്പിച്ച് നിന്റെ ചന്തിയിൽ ഞാൻ വെക്കും. ഈ അമ്മയും ചേച്ചിക്ക് എന്തിനാ എപ്പോഴും എന്നെ തന്നെ പറയാൻ നിൽക്കുന്നത്? ഞാൻ എന്താ കാണിക്കുന്നത്? എവിടെ പോകുകയാണെങ്കിൽ എന്നെ കുറിച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ പോകുകയാണെങ്കിലും ഒരു ലോഡ് ഉപദേശങ്ങൾ എനിക്ക് തരും. ഇവരിനോട് രണ്ടുപേരിനോട് ഒരു ഉപദേശവും ഇല്ല. അതെന്താണെന്നറിയോ? ഇവര് രണ്ടുപേരും എവിടെ പോയാലും പോയോടത്ത് കാണിക്കേണ്ട മര്യാദ കാണിക്കും. നീ അത് കാണിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും തന്ന വലിച്ചു വാരി തിന്നുക, പോയോടത്ത് ഡീസൻ്റായി ഇരിക്കില്ല, ഡീസൻ്റായി പെരുമാറില്ല. അതൊക്കെ തന്നെയാണ് നിന്നോട് ഇങ്ങനെ എന്ന് പറയണേ. എന്നിട്ട് നീ നന്നാവുന്നുണ്ടോ? പറഞ്ഞിട്ടോ തൊലി ഉരുകണില്ലേ നിനക്ക് ഇങ്ങനെ നാണല്ലാണ്ട് നടക്കാൻ? ഉളിപ്പില്ലാത്തവൻ.
അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇന്നുകൂടെ പുറത്ത് പോകുമ്പോൾ നോക്ക് ഇവന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഇതിലും ഇവൻ ഇങ്ങനെ മോശമായിട്ട് തന്നെ പെരുമാറുന്നതെങ്കിലും നിന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് എങ്ങോട്ട് പോകുകയാണെങ്കിലും പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് പെരുമാറിക്കോട്ടാ. ഇത് നിനക്കൊരു എക്സാമാണ്. ഇത് ഈ എക്സാമിൽ നീ ജയിച്ചോ അല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. അമ്മ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ചേച്ചിമാരെ മാത്രം കൊണ്ടുപോകുമെന്ന് സങ്കടമൊന്നും പറഞ്ഞിട്ട് എൻ്റെ മോൻ വന്നേക്കരുത്. അങ്ങനെ മറ്റും വന്നാ നിന്റെ ചെകിട് തല്ലി പൊളിക്കുന്നതാണ്. നിന്റെ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ. പോയിരുന്ന് പഠിക്കുക. അച്ഛൻ വന്നിട്ട് പോവാം എല്ലാവർക്കും പാടെ ഡ്രസ്സ് എടുക്കാൻ. ഇനി ഡ്രസ്സ് എടുക്കണോടത്ത് എനിക്ക് ഇത്ര പോകുന്ന വില, അവൾക്ക് മാത്രം അങ്ങനെ വിലയുള്ളത് വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് വില കമ്മിയുള്ളത് വാങ്ങിച്ചു തന്നു. അങ്ങനത്തെ കാര്യം പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു ഡ്രസ്സ് എടുക്കാൻ പാടുള്ളൂ, പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവൾ 1000 രൂപയുടെ എടുത്തു, ഞാൻ 500ൻ്റെ എടുത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 500 രൂപയുടെ കൂടെ എടുക്കട്ടെ എന്ന് മറ്റുള്ള കാര്യം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. 3 ആൾക്കും 3 ജോഡി ഡ്രസ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുക, അതിട്ടാൽ മതി ഓണക്കോടി. മനസ്സിലായില്ലേ? എന്താടാ കുട്ടൂസ നിന്റെ മുഖം കടന്നൽ കുത്തിയമാരി ഇരിക്കുന്നേ? ചിരിക്കില്ലേ? നിന്നോട് ചിരിക്കാനല്ലേ പറഞ്ഞത്? ഈ മതി അമ്മ. ഇപ്പൊ പോയിരുന്ന് പഠിക്കുക. അച്ഛൻ വരട്ടെ, എന്നിട്ട് പോവാം നമുക്ക്. ഹായ് എടാ കുട്ടൂസ, എന്തോരം ഡ്രസ്സാടാ. അമ്മ എനിക്ക് കുറേ ഡ്രസ്സ് വേണം, ഒരെണ്ണൊന്നും പോരാ കേട്ടോ. കടയിൽ വന്ന ഇവനാണ് തല്ലിപ്പൊളി സ്വഭാവം കാട്ടുകയെന്ന് വെച്ചാൽ നീയാ കാട്ടുന്നത്. രമേ, ഇത് നമ്മുടെ വീടല്ല, 4 ആളിലും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. മിണ്ടാതെ ഇരുന്നോ. ഇപ്പൊ ഡ്രസ്സ് 4 എണ്ണത്തിനും ഗോവിന്ദയാകും. അതാണ് ഇപ്പൊ ഉണ്ടാവുക. അമ്മ എനിക്കിതാ ആ കാണുന്ന ഡ്രസ്സ് മതി. ദേ ഈ പാൻറ്റും ആ ഷർട്ട് മതി കേട്ടോ. കണ്ടോ, വന്ന വാർഡ് ഇവൻ സെലക്ട് ചെയ്തു. ഈ ഒരു കാര്യത്തിന് മാത്രം ഇവനെ കൊള്ളാം. അമ്മേ എനിക്ക് ഈ ഡ്രസ്സ് മതി കേട്ടോ. ഇനി നീയും കൂടിയുള്ളൂ, നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്? അമ്മ എനിക്കും ചേച്ചിനെ പോലത്തെ ഡ്രസ്സ് മതി. എടി രമ, ഇന്ന് നിന്റെ മക്കളുടെ എല്ലാവരുടെയും നേരത്തെ കാലത്തെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞല്ലോ. ഇനി വേഗം നീ ഒരു സെറ്റ് സാരി അല്ലേ, വേഗം എടുക്ക്, പോവാ നമുക്കെന്നാ. ശരി, എന്നാ ഞാനും വേഗം ഒന്ന് എടുക്കട്ടെ. അതെ, മക്കളൊക്കെ തരക്കേടില്ലാത്ത വിലയിലുള്ള ഡ്രസ്സ് എടുത്ത്. ഇനി നീയായിട്ട് 10,000-4,000 ഒന്നും എടുക്കാൻ നിൽക്കല്ലേ മോളെ, അതിന്റെ ട്രൗസർ കീറും. ഇല്ലെന്നേ, ഞാനും അതുപോലൊക്കെയുള്ള സാരി എടുക്കുള്ളൂ, പേടിക്കണ്ട. എന്റെ ചുന്ദരി മോളാണ്. എന്താ കാട്ടുന്ന? ഇത് കടയാണ്, അതേ മക്കള് നോക്കുന്നു. ചേച്ചി നോക്കിയേ, അച്ഛൻ അമ്മയെ ലൈനടിക്കുന്നു. മിണ്ടാതിരിക്കടാ. എന്റെ ദൈവമേ, അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി എല്ലാവരും അവനവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പോയി ഇട്ട് നോക്കിയേ. പിന്നെ ഒരു കാര്യം, ഡ്രസ്സൊക്കെ 3 ആൾ ഇട്ട് നോക്കിയിട്ട് എന്നെക്കാട്ടിലും ചന്ത ഇവന്റെയാണ്, എന്നെക്കാട്ടിലും ചന്ത ഇവളുടെയാണെന്നും പറഞ്ഞിട്ട് വക്കാണിക്കാൻ നിന്നാല് 3 എണ്ണത്തിന് കെട്ടിയിട്ട് ചന്തിക്ക് കീപ്പിട്ട 4 ഞാൻ തരും, പറഞ്ഞില്ല എന്ന് വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ, ഇവരെക്കാട്ടിലും നല്ല ഡ്രസ്സ് എന്റേതാണ്. പിന്നെ പള്ളി പോയി പറഞ്ഞാ മതി. കണ്ടില്ലേ, രണ്ടും തുടങ്ങി വീണ്ടും. അമ്മേ, ഓണത്തിന് എന്റെ 2-3 ഫ്രണ്ട്സ് വരും കേട്ടോ. ആണോ? എങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കും. നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കണ്ട. അതെന്തുകൊണ്ടാ? ചേച്ചിയുടെ ഫ്രണ്ട്സിന് വരാമെങ്കിൽ എന്റെ ഫ്രണ്ട്സിനും വരാം. ചേച്ചി മുതിർന്ന കുട്ടിയാണ്, അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട്സും അതുപോലെ ചേച്ചിയുടെ സ്വഭാവം തന്നെ ആയിരിക്കും. നീ ചെറിയ കുട്ടിയാണ്, പോരാത്തതിന് നിന്റെ തല്ലിപ്പൊള്ളി സ്വഭാവം നിന്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും കിട്ടിയിട്ടും ഉണ്ടാവും. മിണ്ടാതെ അവിടെ ഇരുന്നോ. എല്ലാരും പോയിട്ട് അവനവന്റെ ഡ്രസ്സ് ഇട്ട് നോക്ക്. ഇനി വാ, നമുക്ക് എല്ലാവർക്കും പാടെ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓണാശംസ പറയാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്നുകൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 3, 2, 1. എടാ ചെറുക്ക, നിന്നോട് പുറത്ത് നിൽക്കാനല്ലേ പറഞ്ഞു? ഞാൻ അങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? എന്താ ആൻറ്റി, ഒന്നില്ലെങ്കിലും നിങ്ങളുടെ അമ്മാവന്റെ മോന്റെ കുട്ടിയല്ലേ ഞാൻ, ആ ഒരു ഇത് തന്നൂടെ എനിക്ക്? പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഓരോന്ന് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയും കൊണ്ടിരിക്കണേ. നിനക്കും കൂടെ ഞാൻ സ്ഥാനം തരണോ? ആൻറ്റി വേഗം എനിക്ക് വെള്ളം തരുമോ? എനിക്ക് ദാഹിക്കുന്നു. പിന്നെ നീ ഒച്ചയിടുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പേടിച്ചു.
ഇതെന്തൊരു തള്ളയാണ്. എനിക്ക് നിങ്ങളുടെ വെള്ളമൊന്നും വേണ്ട. അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ പറഞ്ഞു കൊടുത്തിട്ട് പോയി പാലും പായസം കൊണ്ടുവാ പോ. അയ്യേ, ഇതെന്തൊരു തള്ളയാണിത്. 3, 2, 1. നിങ്ങളെ കൊണ്ട് അടുക്കള പണിയെല്ലാം ചെയ്തു തീർക്കാൻ പറഞ്ഞിട്ട് തീർത്തോ? എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി കിടന്നോട്ടെ സ്വസ്ഥായിട്ട്. എന്ത് സ്വസ്ഥായിട്ട് കിടക്കാൻ പോവേ? പിന്നെ തിരുമ്പാൻ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. വാഷിംഗ് മെഷീനിൽ ഇടണ്ട, കല്ലിൽ തന്നെ തിരുമ്പണം. എന്റെ സാരി അങ്ങനത്തെയാണ്. പോയി തിരുമ്പേ. എൻ്റെ ഈശ്വര, എന്ത് വിധിയാണിത്. ദൈവമേ, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വിധിയായിപ്പോയി. മരിച്ചു പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് ഞാൻ മാനിക്കണം. അവളെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഈ പോക്ക് തുടരുകയാണെങ്കിൽ അവൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ചെവക്കട്ടത്തടി വാങ്ങിച്ചു കൂട്ടും. എന്താ മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞോ? എന്നെ ചെകിടത്തടിക്കുന്ന എന്താ ഞാൻ കേട്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാ, 15 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിൽ തിരുമ്പി കഴിഞ്ഞില്ലെങ്കിൽ എന്റെ വിധം മാറും. എടി ജന്തു, ഞാൻ തിരുമ്പാന്ന് പറഞ്ഞില്ലേ? പോയി കിടന്നുറങ്ങ് പോ. ഞാൻ ചെറുതായിട്ടൊന്ന് നാറി. 3, 2, 1. എടാ അപ്പിക്കുട്ട, ഈ ചാനലിന് അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇവരെ. എന്ത് മണ്ടത്തരാണ് നീ പറയുന്നത്? 17K സബ്സ്ക്രൈബേഴ്സ് കടന്നു. പിന്നെന്താ? എടാ അത് മാത്രം പോരാ, വാച്ച് ടൈം 4000 മണിക്കൂർ വേണം. അത് ഇവർക്ക് കിട്ടുന്നേ ഇല്ല. ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞു. കിട്ടിയ വാച്ച് ടൈം ആണെങ്കിൽ കുറഞ്ഞും കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യാണ്. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ലൈഫ് കാർട്ടൂൺ മലയാളം നല്ല ഫണ്ണിയാണ്. കോമഡി ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കണേ. 2000 മണിക്കൂറോളം കഴിഞ്ഞ വാച്ച് ടൈം ആയിരുന്നു. ഇപ്പൊ 2000-ൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 1800 ആയി. ഇനിയും കുറഞ്ഞു വരും. അതുകൊണ്ട് ഒന്ന് അറിഞ്ഞ് 4000 മണിക്കൂർ വാച്ച് ടൈം ആവാൻ എല്ലാവരും ഒന്ന് അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ കൂട്ടുകാരുടെ വീഡിയോ. ഒന്ന് കണ്ടു നോക്കണേ. 3, 2, 1. എടാ, ഒരു പണിയും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ജീവിതം വഴിമുട്ടി നിന്നിട്ട് അവന്റെ ഓരോ ഡയലോഗ് കണ്ടില്ലേ? അത് പിന്നെ എങ്ങനെയാടാ ഉവ്വേ? ഈ പണി ചെയ്യാതെ തിന്ന് ശീലിച്ചു പോയില്ലേ ഞാൻ? അല്ലേലും നിന്റെ കൂടെ ഞാൻ നടക്കുന്ന ശീലം അങ്ങോട്ട് നിർത്തണം. എന്നാ തന്നെ നീയും നന്നാവുള്ളൂ. ഇത് ഞാൻ അധ്വാനിക്കുക, നീ തിന്നുക. ഞാൻ അധ്വാനിക്കുക, നീ തിന്നുക. കണ്ടില്ലേ എന്റെ കോലും നിന്റെ കോലും? എന്നെക്കാട്ടിലും വലിയ പ്രായമുള്ള മനുഷ്യനാണെന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക്? മോന്റെ പ്രായമുള്ള എന്നെ പണി ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ തിന്നാൻ നടക്കാണ്. എന്നാ എന്റെ അച്ഛനാണോ ചോദിച്ചാൽ അച്ഛനല്ല, അമ്മയുടെ വകവള്ളിയാണോ ചോദിച്ചാൽ അതുമല്ല. എന്നിട്ടാണ് നാടല്ലേ നിങ്ങൾക്ക് വേറെ ഒരാളുടെ അധ്വാനത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും നടക്കാന്? എന്താടാ ഉവ്വേ നീ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെന്താ? എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, പിന്നെ എനിക്ക് ആരും തിന്നാൻ തരാനില്ലല്ലോ എന്ന് വെച്ചിട്ട് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ മിച്ചം വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ച് പോണെന്ന് പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ ഇടയിൽ കയറിയിട്ട് ഇതുമാതിരി തീറ്റപ്പണ്ടാരും. പിന്നെ ഞാൻ എന്താ പറയാ? എടാ ചെറുക്കാ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് അച്ഛനും അമ്മയോ ആരുമില്ല. എന്നെ നോക്കാനും ആരുമില്ല. നിങ്ങൾക്ക് 2-3 മക്കളുണ്ടല്ലോ. നിങ്ങൾക്ക് അവരുടെ കൂടെ പോയി നിന്നൂടെ? അതെങ്ങനെയാ? മക്കളെ നിർത്തൂലല്ലോ. നിങ്ങളുടെ സ്വഭാവം അങ്ങനത്തെ അല്ലേ? അതുകൊണ്ട് തന്നെയാ മക്കളെ അടിച്ച് പുറത്താക്കിയത് നിങ്ങളെ. എടാ മണ്ട, മക്കളെ അടിച്ച് പുറത്താക്കിയില്ല എന്നെ. അതിനു മുന്നേ ഞാൻ ഇറങ്ങി വന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് റോഡരികിൽ ഇരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. നിന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിന്നെ പണിക്ക് വിട്ടിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് തിന്നാന്ന്. അതല്ലേ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇയാൾക്ക് നാണവും മാനവും ഇല്ലേ? ഒരു പരിചയമില്ലാത്ത ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാന്. സ്വന്തം മക്കളിനപ്പൊ എങ്ങനെ ബുദ്ധിമുട്ടി
ഞാൻ വീട്ടിൽ മിണ്ടാതെ ഇരിക്കും. മിണ്ടാതിരിക്കുന്നു പറഞ്ഞ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ചിട്ട് കൊണ്ടുവന്ന് തരും, അതാണോ? എടാ മണ്ട, നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ എന്നെ. അവള് വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ട് പണിക്ക് പോകും, എന്നിട്ട് അവള് കൊണ്ടുവരും, ഞാൻ തിന്നും. പിന്നെയും അവള് പണി ചെയ്യും, രാത്രിക്കുള്ളതും അവള് പണി ചെയ്തുണ്ടാക്കും. രാവിലത്തെ ഉച്ചക്കത്തെ രാത്രിത്തെ ഭക്ഷണമൊക്കെ അവളുണ്ടാക്കും. അവൾ തന്നെ പാത്രം കഴുകുക, തുടക്കുക, അടിക്കുക, പിടിക്കുക എല്ലാം കഴിഞ്ഞിട്ട് അവള് പോകും പണിക്ക്. നിങ്ങളൊക്കെ ഒരു ഭർത്താവോ നല്ല അച്ഛനാണോ? ഇത്രക്ക് നന്മയില്ലാത്ത നിങ്ങളെ നിങ്ങളുടെ അച്ഛനെ അമ്മനെയൊക്കെ എങ്ങനെ നോക്കിയോ എന്തോ. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് ചിരിയാണല്ലോ ഉള്ളത്, നന്ദിയില്ലാത്ത വർഗം. ഇങ്ങനെ ചെയ്തതിനൊക്കെ നിങ്ങൾ നാളെ ഉത്തരം പറയേണ്ടി വരും, മനസ്സിലായോ? ഈശ്വരന്റെ മുന്നിലേ കണക്കിങ്ങനെ നിരത്തി വെക്കേണ്ടി വരും. നിങ്ങളുടെ കണക്ക് നിരത്തിയാലും തീരുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇനി നീ എവിടെ പോട്ടെ ജോലി ചെയ്യുന്നേ? എനിക്ക് തിന്നണം, എനിക്ക് വിശക്കുന്നുണ്ട്. എടോ കിളവ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധം വന്നില്ലേ? അന്യ ആൾക്കാരുടെ സമ്പത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനേ. അതിപ്പോ നീ എന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ നീ വേഗം പണിക്ക് കയറി. ഇനി മേലാൽ നിങ്ങൾ എന്റെ പിന്നാലെ നടന്നാലേ നിങ്ങളുടെ പള്ള നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. അത് ഈ കൊടവയറ് നിറയ്ക്കണമെങ്കിൽ ഞാൻ 2 ദിവസം പണിയെടുത്ത പണം വേണം. ഇനി മേലാൽ എന്റെ പിന്നാലെ നടന്നാലേ കിളവാ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, മനസ്സിലായോ? എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് അധ്വാനിച്ച് ശീലമില്ലടാ. അധ്വാനിച്ച് ശീലിക്ക്, എന്നിട്ട് വയറ് നിറക്കി. ഓ പിന്നെ എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേടാ. ഒന്നില്ലെങ്കിൽ ഒരു 2-3 കൊല്ലത്തോളം നിന്റെ ചെലവിൽ ഞാൻ കഴിഞ്ഞതല്ലേ, അതിന്റെ നന്ദി കാണിക്ക്. Three, two, one. എടാ, ഒരു പണിയും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ജീവിതം വഴിമുട്ടി നിന്നിട്ട് അവന്റെ ഓരോ ഡയലോഗ് കണ്ടില്ലേ? അത് പിന്നെ എങ്ങനെയാടാ ഉവ്വേ, ഈ പണി ചെയ്യാതെ തിന്ന് ശീലിച്ചു പോയില്ലേ ഞാൻ. അല്ലേലും നിന്റെ കൂടെ ഞാൻ നടക്കുന്ന ശീലം അങ്ങോട്ട് നിർത്തണം, എന്നാ തന്നെ നീയും നന്നാവുള്ളൂ. ഇത് ഞാൻ അധ്വാനിക്കുക നീ തിന്നുക, ഞാൻ അധ്വാനിക്കുക നീ തിന്നുക. കണ്ടില്ലേ എന്റെ കോലും നിന്റെ കോലും? എന്നെക്കാട്ടിലും വലിയ പ്രായമുള്ള മനുഷ്യനാണെന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക്? മോന്റെ പ്രായമുള്ള എന്നെ പണി ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ തിന്നാൻ നടക്കാണ്. എന്നാ എന്റെ അച്ഛനാണോ ചോദിച്ചാൽ അച്ഛനല്ല, അമ്മയുടെ വകവള്ളിയാണോ ചോദിച്ചാൽ അതുമല്ല. എന്നിട്ടാണ് നാടില്ലേ നിങ്ങൾക്ക് വേറെ ഒരാളുടെ അധ്വാനത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും നടക്കാന്? എന്താടാ ഉവ്വേ നീ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെന്താ? 3, 2, 1. എടി, നീ എന്താ ഗിത്താറൊക്കെ എടുത്തിട്ട് എന്താ വല്ല സ്റ്റേജ് ഷോയ്ക്കും പോകാനുള്ള പരിപാടി ഉണ്ടോ നിനക്ക്? അമ്മ ഇത് ചുമ്മാ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. പാട്ടും കൂത്തൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്താണ്, അല്ലാണ്ട് പണിൻ്റെ ഇടയിൽ വന്നിട്ടല്ല ഈ പണി ചെയ്യേണ്ടത്. എന്താ ഞാൻ എല്ലാ പണി എടുക്കുമെന്ന് വെച്ചിട്ടാണോ നീ ഇവിടെ വന്ന് മിണ്ടാതിരിക്കുന്നത്? അയ്യോ എൻ്റെ അമ്മ, ഞാൻ അതുകൊണ്ടൊന്നും അല്ല. റൂമിലോട്ട് വന്നപ്പോൾ ഗിത്താർ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അതൊന്ന് വായിച്ചു നോക്കാം. എനിക്ക് വായിച്ചു നോക്കാനൊന്നും അറിയില്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കാമെന്ന് വെച്ചെടുത്തതാ. അപ്പം തന്നെ അമ്മയും വന്നു. പിന്നെ എന്താ, ഇതാ ഞാൻ വരുന്നു അടുക്കളയ്ക്ക്. അമ്മ നടന്നോ? എൻ്റെ ദൈവമേ, ഒരു സാധനം ഇവിടുത്തെ തൊടാൻ സമ്മതിക്കില്ല. എന്തോ ഭാഗ്യം, തിന്നാനുള്ള അനുമതി കിട്ടുന്നുണ്ടല്ലോ. എടി എടി എടി, നീ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ഓ പിന്നെ വായ വല്ലാണ്ട് കൂടുന്നുണ്ട്. കയറി വന്നപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ വായി, ചെറിയ വായും കൊണ്ട് കയറി വന്നാണല്ലോ. ഇപ്പം എന്താ അതിനകത്ത് കയറിയപ്പോൾ വായുടെ വലിപ്പം കൂടിയോ? കയറി വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ വായും കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെയല്ലേ മനസ്സിലായത് ഇവിടെ ഒരു ഭയങ്കരയായ ഒരു അമ്മായിയമ്മ പുലിയുണ്ട്. അപ്പം അതിൻ്റെ വായിക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിലത്ത് കിടക്കുന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്കിപ്പം നിങ്ങളുടെ വായി വന്നത്, മനസ്സിലായോ? ഇടി ഭയങ്കര, നീ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? വേണ്ടാട്ടാ. അതന്നെ എനിക്കും പറയാനുള്ളത്. വേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. നീ എന്താടി ചെയ്യേ എന്നെ?
അതൊന്നും പറയാൻ പറ്റില്ല. കേട്ടിട്ടില്ലേ ഓരോ പത്രത്തിലും വാർത്തകളിലേക്ക് അമ്മായി അമ്മയെ മരുമകൾ തല്ലിക്കൊന്നു, അമ്മായി അമ്മയെ മരുമകൾ വെട്ടിക്കൊന്നു, പിട്ടിക്കൊന്നു, കയ്യും കാലും ഒടിച്ച് നിലത്തിട്ടു എന്നൊക്കെ. അതൊക്കെ അമ്മായിയമ്മമാരുടെ കുഴപ്പങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്, മനസ്സിലായോ? എടി നീ അപ്പം എന്നെ കൊല്ലുമെന്നാണോ പറയുന്നത്? അതോ എൻ്റെ കയ്യും കാലും ഒടിച്ചിടുന്നോ? വേണ്ട വേണ്ടാട്ടാ. ഞാൻ പരമാവധി ക്ഷമിച്ച് പോകുന്നുണ്ട്. നിങ്ങൾ വെറുതെ എൻ്റെ തലയിൽ കയറി കുതിര കളിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും അത്. നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എൻ്റെ സ്വഭാവമൊക്കെ മാറി മാറി വരികയാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടോ. പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി നിങ്ങളായിട്ട് ഉണ്ടാക്കി തരും. അതും ചെയ്തിങ്ങനെ രാത്രി വരെ നടക്കണം. എന്നാൽ രാവിലെ കുറച്ച് വൈകിട്ട് എണീക്കാൻ സമ്മതിക്കുകയോ അതും ഇല്ല. 4 മണിയാകുമ്പോൾ എണീപ്പിക്കും. എണീച്ചില്ലെങ്കിൽ വാതിൽ വന്ന് കൊട്ടിയും കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നാണും മാനൊന്നും ഇല്ലല്ലോ ഭാര്യയും ഭർത്താവും കിടക്കണ മുറിയിൽ വന്ന് കൊട്ടിങ്ങോണ്ടിരിക്കാൻ. എടി എനിക്കെന്തിനാടി നാണോ മാന? എൻ്റെ മോൻ കിടക്കണ റൂമിൽ വന്ന് കൊട്ടാനെ എനിക്കെന്തിനാടി? ആരെന്നെ നാണിക്കാനാടി ഞാൻ? അതിന് നിങ്ങളുടെ മകൻ മാത്രം കിടക്കുന്നത് ഞാൻ വരുന്നതിന് മുന്നേ, കല്യാണത്തിന് മുന്നേ. ഇപ്പം ആ മകനൊരു ഭാര്യയുണ്ട്, അവരൊരു കുടുംബമാണ്, അവരുടെ വഴിക്ക് വിടുക. അതൊന്നും നിങ്ങൾക്കില്ലല്ലോ. എല്ലാത്തിലും കയറി ഇടപെടും. ഞങ്ങളൊന്ന് ചെറുതായി തെറ്റിയാൽ നിങ്ങൾ 10 ദിവസം മിണ്ടാതിരിക്കാനുള്ള പണി അതിലൊപ്പിക്കും. അതല്ലേ നിങ്ങളുടെ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം. നിങ്ങളുടെ മോളുടെ കാര്യത്തിലൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. സ്നേഹിച്ചാൽ ഞാൻ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ പിന്നെ ബാക്കി പറയണ്ടല്ലോ. നീ എന്താണ്ടി പെണ്ണേ, എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങൾക്കിത് ഭീഷണിയായി തോന്നുന്നുണ്ടെങ്കിൽ അതെ, ഞാൻ ഭീഷണിപ്പെടുത്തുക തന്നെയാണ്. എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ മുങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവളെന്നെ പിടിച്ച് തിന്നും. ഈശ്വരാ, ഈ പെണ്ണിൻ്റെ നോട്ടം കണ്ടില്ലേ, ഇപ്പം എന്നെ പിടിച്ച് സംഹരിക്കും. അങ്ങനെയുണ്ട്. എന്താ നിങ്ങൾ നിന്നോടത്ത് നിന്നിട്ട് എന്നെ പിറുപിറുക്കുന്നത്? രാവിലെ എണീച്ചാൽ എണീച്ചത് മുതൽ കിടക്കുന്നത് വരെ എനിക്ക് സൗകര്യം തരില്ല. നീ എന്താടി എന്നെ പ്രാകുകയാണോ? അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇപ്പോൾ കണ്ടാൽ തോന്നും ഞാൻ മരുമകളും ഇവൾ അമ്മായിമ്മയാണെന്ന്. നിന്റെ ഈ വായ് നിന്റെ വീട്ടിലുള്ളവരോട് പോയി കാണിച്ചാൽ മതി കേട്ടോ. എൻ്റെ ഈ വായ നിങ്ങളോടല്ലാതെ വേറെ ആരോട് കാണിക്കേണ്ട കാര്യവും എനിക്കില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വളരെ അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ചിന്തിച്ചു നോക്കാം. നീ ഇപ്പൊ പോയി നിന്റെ പണി ചെയ്യ. അടുക്കളയിൽ ഒരു കൂട്ടം പാത്രമുണ്ട്. ഓ പിന്നെ അവൾ എന്നെ ഭരിക്കാൻ നിൽക്കുന്നു. 3, 2, എന്താടാ, നിനക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയോ? അയ്യേ, ഞാൻ ഇപ്പം 4 പൊറോട്ടയും 2 പ്ലേറ്റ് ബീഫും കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ഫുഡ് എങ്ങോട്ട് പോണു മനുഷ്യ നിന്റെ? ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ട്. ഭയങ്കര പൂതി ബിരിയാണി തിന്നാൻ. എടാ, നീയല്ലേ ഇന്നലെ രാത്രി ബിരിയാണി തിന്നത്? ചിക്കൻ ബിരിയാണി തിന്നു. അതിന്റെ പുറമെ ഏതോ ഒരാള് ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി തിന്നതിന് ശേഷം ബീഫ് ബിരിയാണിയും കുത്തിക്കയറ്റി. ഇതൊക്കെ തൂറിപ്പോണ്ടടേ. എന്തുവാടേ ഇത്? ശരിയാ, നീ പറഞ്ഞ പോലെ ഞാൻ ഫുഡ് നല്ല കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് അപ്പി ഇടുന്നില്ല കേട്ടടാ. അതാ തോന്നണു വയറിന് ഭയങ്കര ഒരു അസ്വസ്ഥത. എന്നാലും എനിക്ക് തിന്നാതിരിക്കാനും പറ്റുന്നില്ല. നന്നായുള്ളൂ. നിന്റെ വയറാണെന്നുള്ള ബോധം നിനക്ക് എന്നും ഉണ്ടായാൽ മതി. അല്ലാതെ ഞങ്ങൾ തിന്നാണ്ടായ നിന്റെ വയറിന് ഗുണമൊന്നുമില്ല. അത് ഞങ്ങൾക്കേ ഗുണമുള്ളൂ. അതെന്റെ ശബ്ദം, നീ വളി വിട്ടതാണ്. 2 ദിവസമായിട്ട് ഭയങ്കര വളിയാണ്. പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല. നാറി വഴിനീളം വളിവിട്ട് നടന്നാല് ആൾക്കാരെന്താ പറയുക വൃത്തികെട്ടവനെ? പിന്നെ ആൾക്കാരെന്ത് പറയാനേ? ഞാൻ വിടും. എൻ്റെ ശരീരം ദൈവം തന്നതല്ലേ, എന്തിനു പിടിച്ചു നിർത്തണ്? അങ്ങോട്ട് വിട്ട് കളയടാ ആളിയാ. ഈ ചക്കനെന്താ തിന്ന് പ്രാന്തായോ? നീ വാ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് 3-4 ബുൾസൈ ഉണ്ടാക്കി തട്ടാം. ഒന്ന് പോട പ്രാന്തായി. എനിക്കൊന്നും വയ്യ. ഞാൻ രാവിലെ തിന്നത് ഇപ്പോഴും എൻ്റെ വയറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഇനി വേണമെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും നോക്കാം. നിന്നെപ്പോലെ മിനിറ്റിന് തിന്നാലേ എനിക്ക് വല്ല രോഗം വരും. നിന്നെപ്പോലെ തൂറാനും വളിവിടാനും എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട.
അയ്യേ ഡാ, നീ വീണ്ടും വളി വിടുന്നുണ്ടല്ലോ. പോയി കക്കൂസി പോയിരിക്കും കുറച്ചു നേരം ഇരുന്ന് തന്നെ വരും നിന്റെ അപ്പി കഷ്ണങ്ങൾ. വൃത്തികെട്ടവൻ. എന്ത് വൃത്തികെട്ടവനെ? ഈശ്വരൻ നമുക്ക് മോശപ്പെട്ട എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മുടെ ശരീരത്ത് എല്ലാം നമുക്ക് ആവശ്യമായതല്ലേ, പിന്നെന്താടാ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ വളി വിടാറേ ഇല്ലാന്ന്. ഞാൻ വളി വിടാറുണ്ട്, കുശി വിടാറുണ്ട്, തൂറാറുണ്ട്. ഒക്കെ ഒതുക്കത്തിലല്ല, അല്ലാണ്ട് നിന്നെ പോലെ ആൾക്കാരനെ കാണിച്ചിട്ടല്ല. ഒരു കാര്യം പറയാ, ഇപ്പൊ അച്ഛനും അമ്മയും വരും, ഇവിടെ മുഴുവൻ നാട്ടിച്ചിട്ടാ നിന്നെ തല്ലി കൊല്ലുവരുട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ചക്കൻ വളി ശബ്ദത്തിൽ വിടുന്നുണ്ട്, കുശി നെയ്സിൽ വിടുന്നുണ്ട്. നാറിയിട്ട് വയ്യപ്പോ. അവന്റെ തീറ്റ കാരണം ബാക്കിയുള്ളവർക്ക് വീടിനകത്ത് നിൽക്കാൻ വയ്യ. എന്നാ പുറത്ത് പോയി വിടുകയല്ല, വീടിനകം ഫുള്ള് പെർഫ്യൂമും കൊണ്ട്. അതോ നല്ല പെർഫ്യൂം ആണെങ്കിൽ കുഴപ്പമില്ല. അവന്റെ പറയണില്ല ഞാന്. അവന്റെ ഒരു കോമഡി. എന്തിനാ ചവിട്ട് കിട്ടണമെങ്കിൽ പോയിക്കോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, നീയൊരു പെണ്ണായിരുന്നെങ്കിൽ എന്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. പെണ്ണുങ്ങൾ വളിവിടുന്നത്. ഓ, നിന്നെ ആണാക്കിയത് നന്നായി. നിന്റെ ഈ പെരുന്തീറ്റി നീ ഒരു പെണ്ണും കൂടി ആയിരുന്നെങ്കിൽ നിനക്ക് ചെക്കൻ കിട്ടില്ലായിരുന്നു. ഓ, അവന്റെ ഒരു തമാശ. ഒന്ന് പോടാ ചക്ക. നീ നിന്റെ തടി കുറയ്ക്കാൻ ശ്രമിച്ചോ? ഭക്ഷണമൊക്കെ കുറച്ചിട്ട്. അല്ലെങ്കിൽ വല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വന്നാൽ പിന്നെ തെണ്ടേണ്ടി വരും കേട്ടോ. നിന്റെ ഈ വളിവിടുന്ന സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. നിന്റെ കൂടെ ഞാൻ ഉൾപ്പെടെയുള്ള ആരും കൂട്ടുകൂടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ, എനിക്ക് ആരും വേണ്ട, എനിക്ക് ഭക്ഷണം മതി. ഓ, എന്റെ ദൈവമേ, ഇത് എന്തൊരു ജന്മമാണ്. ആ, എന്തായാലും അച്ഛനും അമ്മയും വരാനായി. നീ ഒന്ന് ബാത്റൂമിൽ പോയിരുന്നോ? അല്ലെങ്കിൽ ഇവിടെയൊക്കെ നാട്ടി ചെയ്യുന്ന നിനക്ക് നല്ലോണം അടി കിട്ടും. ആ, നിന്റെ അച്ഛനമ്മയും വന്ന ഇനി എനിക്ക് ബുൾസൈ ഇടാൻ പറ്റില്ല. ഞാനൊരു 5-8 ബുൾസൈ തിന്നട്ടെ ഫസ്റ്റ്, എന്നിട്ട് പോയി തൂറാം. എന്റെ ഈശ്വര, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. 3, 2, 1. എടി മരുമോളെ, ഒന്ന് ദേഹം അനങ്ങി പണി ചെയ്. മൂക്ക് മുട്ടേ തിന്നുന്നുണ്ടല്ലോ, പിന്നെന്താ, തിന്നതൊക്കെ ഒന്ന് ദഹിക്കട്ടെ. ഞാൻ നല്ലപോലെ തന്നെയല്ലേ അമ്മേ പണി ചെയ്യുന്നേ. പണി ചെയ്യുമ്പോൾ ഒരു ഉത്സാഹം വേണ്ടേ? വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് ചെയ്താൽ എങ്ങനെയാ? ഞാനൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിയമ്മ പറയുന്ന ഓരോ ജോലികൾ ചെട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാ ചെയ്യുക. അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ തന്നെ വാ തുറന്ന് നിൽക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്താ പണി ചെയ്യാനൊരു മടി? അതുകൊണ്ടെന്താ, അവർക്ക് അവിടെ വേദന ഇവിടെ വേദന, അവിടെ ഉളുക്ക് ഇവിടെ ഉളുക്ക്. ഹോ, രോഗം തന്നെ രോഗം, വെയ്യായി തന്നെ വെയ്യായി. തൊട്ടേനും പിടിച്ചതിനും ആശുപത്രിക്ക് ഓടാനേ നേരമുള്ളൂ. അതിനമ്മ എനിക്ക് എന്തെങ്കിലും വെയ്യായി ഉണ്ട്, നടുവേദന ഇടുപ്പ് വേദന എന്ന് പറഞ്ഞാല് ആശുപത്രി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മനോട് ചോദിച്ചാൽ അമ്മ എന്നെ ആശുപത്രിക്ക് വിടാറില്ലല്ലോ. ആ, കുറച്ച് പണി ചെയ്യാം, അപ്പൊ ആ നടുവേദന തന്നെ ശരിയായിക്കോളും എന്നല്ലേ പറയാറ്. ആ, അത് പിന്നെ നിന്നോടൊക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ര തന്നെ. പിന്നെ നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മൾ ആശുപത്രിക്ക് പോകാൻ നേരം ഉണ്ടാവുള്ളൂ. രാവിലെ ആശുപത്രി, ഉച്ചയ്ക്ക് ആശുപത്രി, വൈകുന്നേരം ആശുപത്രി. അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രിക്ക് ആശുപത്രിക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് എത്ര മാത്രം പണി ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇവിടെ? അമ്മ അത് ആലോചിച്ചിട്ടുണ്ടോ? അമ്പടി, നീ ആള് കൊള്ളാലോ. നീ പെടാന്നാ പാത്രങ്ങൾ കഴുകി വെക്കി. അവളോട് ചിരിച്ചു കുറച്ച് വർത്താനം പറഞ്ഞപ്പോ അവൾ എന്റെ തലയിൽ കയറുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ. പറഞ്ഞില്ല. പണി ചെയ്, വേഗം പണി ചെയ്, എന്നിട്ട് അടുത്ത പണി തരാം. പെണ്ണുങ്ങളായ ടപ്പ് 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 എന്ന് പണി ചെയ്യണം. മടി പിടിച്ച് നിൽക്കാനേ പാടില്ല പണി ചെയ്യുമ്പോൾ. ചെയ് വേഗം. ശരി അമ്മ. 3, 2, 1. ഓ, എന്റെ ദൈവമേ, ഈ വീട് വൃത്തിയാക്കി എന്റെ നടു ഒടിഞ്ഞു. വീട്ടിലൊരു സഹായത്തിന് ഒരു ജോലിക്കാരനെ വെക്കാൻ പറഞ്ഞ ഇവിടത്തെ ഒരു അമ്മായിമ്മ ഉണ്ടല്ലോ, അത് കേൾക്കില്ല. എന്തെങ്കിലും പറഞ്ഞ നിനക്ക് ചെയ്യാനുള്ള പണിയില്ലേ ഇവിടെയുള്ളൂ. ഓ, പിന്നെ ഇനി ജോലിക്കാരനും കൂടെ വെച്ചിട്ട് ശമ്പളം കൊടുക്കാനൊന്നും ഇവിടെ പൈസ ഇല്ലാന്ന് പറയും. എങ്കിൽ ആളനുസരിച്ചിട്ട് ചെറിയ വീട് കയറ്റുക. ഇത് 2 ആൾക്കാരുണ്ട്, വലിയൊരു ബെഡായി ബംഗ്ലാവും കയറ്റി വെക്കും. എന്നിട്ട് കയറി വരുന്ന മരുമക്കളെ ഇങ്ങനെയിട്ട് പണിയും ചെയ്യിപ്പിക്കും. അതിന് പറ്റിയ ഒരു അമ്മായിയമ്മ. എന്താ മരുമോളെ പിറുപിറുക്കുന്ന ഒറ്റയ്ക്ക്? ഒന്നുമില്ല അമ്മ. വലിയ വീടായതുകൊണ്ട് തുടയ്ക്കാനും എടുക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു എന്ന് പറയായിരുന്നു. അതുകൊണ്ടല്ലടി മരുമോളെ നീ ജോലിക്ക് ആളെ വെക്കി എന്ന് പറയുമ്പോൾ ഞാൻ വെക്കാത്ത.
എനിക്കറിയാം നിനക്ക് ഈ പണികളെല്ലാം ഇഷ്ടമാണെന്ന്. റൂമുകളെല്ലാം തുടച്ചോ? തുടച്ച് വൃത്തിയാക്ക്. ഹാള് മാത്രമല്ലേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നല്ല വീതി വിസ്താരത്തിലുള്ള റൂമുകളുണ്ട്, അടുക്കളുണ്ട്. അടുക്കളയിൽ ഇതാ തൊലിച്ചു വെച്ച പച്ചക്കറിൻ്റെ വേസ്റ്റും കീസ്റ്റും പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ പോയി വൃത്തിയാക്കിയിട്ട് വാ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മ. ശരി എന്നാ ഞാൻ പോട്ടെ. എന്നോട് അവളുടെ കളി അല്ല പിന്നെ. ഓ എൻ്റെ ദൈവമേ, ഇനി പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കള വൃത്തിയാക്കി വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ എപ്പോൾ കിടന്നുറങ്ങാനാ? ആ അമ്മയ്ക്കും കൂടെ വന്നൊന്ന് സഹായിച്ചാൽ മതി. ചെയ്യില്ലല്ലോ, മരുമോള് ചെയ്യട്ടല്ല. മരുമോളെന്താ വേലക്കാരിയാണല്ലോ. മരുമോള് ചെയ്താലേ വൃത്തിയാവുള്ളൂ. മരുമോൾ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചെയ്താലോ അതിനും കുറ്റം. എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തു അവർക്ക് ആദ്യം തന്നെ. അതപ്പോൾ എനിക്ക് കിട്ടിയ 8ന്റെ പണി. അമ്മയല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. എന്താ മരുമോളെ ഇവിടെ നിന്ന് പെറുപിറുക്കുകയാണല്ലോ? നിന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യഭാവം. ഏയ് ഒന്നുമില്ല അമ്മ, അമ്മയ്ക്ക് തോന്നിയതാവും. ഏയ് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല. അമ്മയ്ക്ക് ശരിയായ കാര്യങ്ങൾ തന്നെ തോന്നാറുള്ളൂ കേട്ടോ. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് തോന്നിയത് തന്നെ ആവും. ശരിയായതൊന്നല്ല, അമ്മയ്ക്ക് തോന്നിയതാവും. പാത്രങ്ങളൊക്കെ കഴുകി വെക്ക് വേഗം. കഴുകാൻ പോവുമായിരുന്നു, അപ്പോഴാണ് അമ്മ വന്നത്. അമ്മ പോയിക്കോ, ഞാൻ കഴുകട്ടെ. പിന്നെ ദേ ഈ നിലത്ത് മുഴുവൻ പച്ചക്കറിൻ്റെ വേസ്റ്റുകൾ കിടക്കണ കണ്ടില്ല? അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് തുടയ്ക്കണം കേട്ടോ. ശരി അമ്മ. എന്ത്? ഒന്നുമില്ല അമ്മ. എങ്കിൽ ശരി, ഞാൻ പോയി കിടക്കട്ടെ കുറച്ചു നേരം. പണികളൊക്കെ ചെയ്തിട്ട് വേഗം പോയി കുളിക്കേ എന്താ വെച്ച് ചെയ്. ആയിക്കോട്ടെ അമ്മ. പണി ചെയ്യിപ്പിക്കാൻ തളയ്ക്ക് എന്തൊരു സ്നേഹം ഒലിപ്പിക്കലാണ്. പണി ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ വന്ന് നടന്ന് ബാക്കിൽ കുറ്റം പറയായിരിക്കും. നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇനി ഒരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കട്ടെ. പണി ചെയ്ത് എൻ്റെ നടു ഒടിഞ്ഞു. എത്ര പണി ചെയ്താലും ഇവിടെ ആർക്കും തന്നെ ഒരു വിലയില്ലല്ലോ. അതെങ്ങനെയാ? ഒരു അമ്മായിമ്മ ഉണ്ടല്ലോ, ഭരിക്കാനറിയും, വെച്ചുണ്ടാക്കുന്ന മൂക്കുമുട്ട തിന്നാനും അറിയാം. സ്നേഹിക്കാൻ അറിയില്ലല്ലോ ആ തള്ളക്ക്. എന്തായാലും ഞാനൊന്ന് നടു നിവർത്തട്ടെ എൻ്റെ ഈശ്വരാ. 3, 2, 1. ചേട്ടാ ഇത് കണ്ടോ എൻ്റെ മുടി? എന്ത് നല്ല ചന്തമുണ്ട് ഇപ്പോഴും. 50 വയസ്സായി എനിക്ക്, എന്നിട്ട് എൻ്റെ ഒരു മുടി പോലും കറുത്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ ഇടി വരൂ. ആഴ്ചയിൽ 2 വട്ടം ബ്യൂട്ടി പാർലറിൽ പോയി മിനിക്കുന്ന നിന്റെ മുടി പിന്നെ നരയ്ക്കോ? ഓ പിന്നെ നിങ്ങൾക്ക് ഞാനിങ്ങനെ ചെറുപ്പായി നടക്കുന്നതിൻ്റെ അസൂയയല്ലേ മനുഷ്യ, എനിക്കറിയും. പക്ഷെ ഞാനിങ്ങനെ നടക്കും, എനിക്ക് ഇതാണ് ഇഷ്ടം. അതിന് നിന്റെ സ്വഭാവമൊക്കെ തലതിരിഞ്ഞിട്ടല്ലേ? എന്താണാവോ? ചെറുപ്പകാലത്ത് മുടി നരപ്പിച്ചു, ഇതാണ് സ്റ്റൈലെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതാ വേറൊരു വട്ട്. 50-55 വയസ്സായി, കുഴിയിൽ കെടുക്കാനായി. ഇപ്പോഴാണ് നിനക്ക് മുടി നരച്ച മുടിനെ ഡൈ ചെയ്യാനും ഉള്ള മുടിനെ നോക്ക് വെട്ടി വിട്ടിക്കണം. നോക്ക് പ്രാന്തത്തി പല രീതിക്ക് വെട്ടി വിട്ടിക്കണം ഉള്ള മുടിനെയൊക്കെ. അപ്പം പിന്നെ ഞാൻ എന്താ പറയുക? എന്നാലും നിങ്ങൾ എന്നെ കുഴിയിലെടുക്കാനായെന്ന് പറഞ്ഞില്ലേ? 3, 2, 1. എടി നീ എൻ്റെ മേക്കപ്പ് സെറ്റ് എടുത്തോ? ശിശു ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെന്തിനാ നീ മേക്കപ്പ് സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പേടിച്ചത്? നിനക്കെന്താ വട്ടാണോ? ഞാൻ ചിരിക്കുന്നത് കാണുന്നില്ലേ? എൻ്റെ മേക്കപ്പ് സെറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെന്താ നിന്റെ മുഖത്ത് 2 ഭാഗത്തും ചുവന്ന കളറ്? അത് 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 അമ്മ വാങ്ങിച്ച മാലയുടെ കൂടെ കിട്ടുന്ന ആ പേപ്പറില്ലേ, ചുവന്ന പേപ്പർ, അത് വെച്ച് ഞാൻ മുഖത്താക്കിയതാണ്. എടി നുണച്ചി, നീ നോണം പറയണ്ട. മര്യാദക്ക് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ മോന്ത അടിച്ച് പൊളിക്കും ഞാൻ. ഓ പിന്നെ നീ അടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുഖം നീട്ടി തരികയല്ലേ? ഒന്ന് പോടി കിടന്ന്. നിന്നോട് ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ച്. ഞാൻ നിന്റെ മേക്കപ്പ് സെറ്റ് എടുക്കുകയും ചെയ്ത് മുഖത്ത് തേക്കുകയും ചെയ്തു. അമ്മേൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ആ പേപ്പറിൻ്റെ കളറൊന്നുമല്ലത്, നിന്റെ മേക്കപ്പ് സെറ്റ് എടുത്തത് തന്നെയാണ്. അതിനെന്തേ? പിന്നെ എന്തിനാടി നീ നോണ പറഞ്ഞ് ഞാൻ എടുത്തില്ലാന്ന്? എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഓ നിനക്ക് പിന്നെ നുണ പറയുന്നത് വലിയ കാര്യമാണല്ലോ. ഓ പിന്നെ നിന്റെ ഈ പറച്ചിലൊക്കെ കേട്ട അമ്മ നിനക്ക് ഒറ്റയ്ക്കാണ് മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു തന്നതെന്ന് തോന്നുമല്ലോ. 2 ആൾക്കും പാടെ വാങ്ങിച്ചു തന്നതാണ്, അല്ലാണ്ട് നിനക്ക് ഒറ്റയ്ക്കൊന്നുമല്ല. എടി എടുത്തതും പോരാ, നുണ പറഞ്ഞതും പോരാ. ഓ അവള് വലിയ വാദിക്കുന്നു. നീ ആര്, വക്കീല?
ആ നിനക്ക് ചോദ്യം ചോദിക്കുന്ന പോലീസ് ആവാമെങ്കിൽ എനിക്ക് വക്കീലും ആവാ. പോയി പണി നോക്ക്. എന്തൊരു പെണ്ണത്. ആ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല പിന്നെ ഒന്ന് മേക്കപ്പ് സെറ്റ് എടുത്ത് കുറച്ച് അതിനൊന്ന് എടുത്ത് ഇങ്ങോട്ട് തേച്ചതിനാണ് അവള് വലിയ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. എടി പെണ്ണെ, നീ എടുത്തോ തേച്ചോ ഒക്കെ ചെയ്തോ? ഞാൻ എടുത്തോന്ന് ചോദിച്ചപ്പോ നീ ഇല്ലാന്ന് നുണ പറഞ്ഞില്ലേ? അതിനല്ലേ ഇപ്പൊ ഇത്ര ഇതായത്. ഓ പിന്നെ വന്നിരിക്കും അവള്. നിനക്കിപ്പോ വന്ന് ചേച്ചിന്നുള്ള ബഹുമാനമൊന്നും എന്നോട് ഇല്ലാണ്ടായിട്ടുണ്ടല്ലോ. ഓ പിന്നെ ആകെ ഒരു 1.5 വയസ്സിന് മുമ്പുണ്ട്. അതിനിപ്പോൾ ഞാൻ നിന്നെ ചേച്ചിയായിട്ട് ബഹുമാനിക്കണം? അതെങ്ങനെയാ? അമ്മനെ അച്ഛനെയും ബഹുമാനിക്കില്ല, പിന്നെയല്ലേ നീ എന്നെ ബഹുമാനിക്കുന്നേ? ഒന്ന് പോടി പെണ്ണെ. ഓ പിന്നെ നീ കണ്ടു എൻ്റെ അമ്മേനെ അച്ഛനെ ബഹുമാനിക്കില്ല. നീ പൊടി കിടന്ന്. ഓ പിന്നെ ഇത് എന്റെ വീടാ, നീ വേണമെങ്കിൽ പോ. ഓ പിന്നെ എന്നെന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചാണല്ലോ? ഇത് എൻ്റെയും വീടാ. എനിക്ക് മുണ്ടാണ്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കി. നീ വേണമെങ്കിൽ പോയിരിക്കടി. പൊടി പാട്ട ചേച്ചി. നീ പോടി കിടന്ന്. Thank you.